എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ക്രാഷാണ്. അപ്പം പ്രത്യേകിച്ച് ഇതൊന്നും പറയാനില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു ഒക്ടോബർ 2025 തൊട്ടേ ഒരു ഓൾ ടൈം ഹൈ അടിച്ചതിന് ശേഷം അവിടുന്ന് നല്ല രീതിയിൽ ക്രാഷാണ്. അവിടുന്ന് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം ഡംപ്. 1 2 3 4 5 5 മാസം ഡംപ്. 1 2 3 4 5 മാസം കണ്ടിന്യൂസ് ആയിട്ട് BTC ഡംപാണ്. ഓക്കെ, അപ്പോൾ ഇത് 6ാം മാസമാണ്. അതായത് ആ ഒരു 5 മാസം ഡംപ്. അപ്പോൾ 6ാം മാസമായപ്പം ഈ ഒരു പമ്പൊന്നും പമ്പല്ല. അതുകൊണ്ട് $190 ഒരു അപ്പ് മാത്രമേ ഉള്ളൂ. ഒരു 74,000 പോയി. അതൊരു ഫേക്ക് പമ്പായിരുന്നു 24K. അവിടുന്ന് തന്നെ ഒരു ദിവസമേ ഉള്ളായിരുന്നു ആ പമ്പിനൊന്ന് നിൽക്കാൻ കഴിഞ്ഞത്. നമുക്കൊക്കെ ഈ ഒരു മാർച്ച് 4 നോക്ക്. അതുകൊണ്ട് വേണ്ട എത്രയോ എടുത്ത് വേണ്ട ഇതൊരു പമ്പ് ഒരു ദിവസം ഉണ്ടായി. ഒന്ന് ഭയങ്കര ഡംപായിട്ട് ഒരു ഇത്രയും പേരെ കയറിയെങ്കിലും വീണ്ടും നിങ്ങൾ നോക്കുക, ഗ്രീഡി ക്യാൻഡിലുകൾ വളരെ കുറവാണ്. കൂടുതലും ഉള്ളത് റെഡ് ക്യാൻഡിലാണ് എല്ലാ ദിവസവും. വൺ ഡേ ക്യാൻഡിൽ ഓക്കെ അറിയാം, മിക്ക ദിവസവും റെഡാണ് കൂടുതൽ. കണ്ടോ ഇപ്പോൾ ആ ഒരു 74K പോയതിന് ശേഷം കണ്ടോ ഇപ്പോൾ ഉള്ള 4 ദിവസവും കണ്ടോ ഭയങ്കരമായിട്ട് ആ ഒരു ഇവിടെ നിന്നാണ് പമ്പായത്. ഈ ഒരു ഏരിയ പമ്പായ അവിടെ നിന്നും താഴെയാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു 66,500 വരെയൊക്കെ എത്തി. അപ്പോൾ മാർക്കറ്റ് അങ്ങനെയാണ്. BTC നിങ്ങൾക്ക് ബൈ ചെയ്യാം. ചിലപ്പോൾ BTC ഇനിയിപ്പോൾ താഴെ പോകും. നിങ്ങൾ ലിവറേജ് ട്രേഡ് എടുക്കുന്നവർ റിസ്ക് ആയിട്ട് നോക്കുക. അപ്പോൾ സ്പോട്ടിലാണ് നിങ്ങൾക്ക് ബൈ ചെയ്യാം. സ്പോട്ടിൽ ബൈ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. എവിടെ പോയാലും ഇനിയിപ്പോൾ സീറോ വാല്യൂ ആയാലും കുഴപ്പമില്ല, അവിടെ തന്നെ BTC കാണും. അതാണ്. അല്ല സീറോ വാല്യൂ ആണെങ്കിൽ ആർക്കും ഒരു പ്രയോജനമില്ലേ, അതൊന്നും ആവില്ല. എന്ന് വെച്ചാൽ ക്രിപ്റ്റോ ആണ്, എന്ത് സംഭവിക്കാം. BTC ആണ് ഒരു ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ച് പമ്പായാലും നിങ്ങൾ മാക്സിമം പ്രോഫിറ്റ് എടുക്കുക. നിങ്ങളെപ്പോഴും ഈ പമ്പായി ഇനിയും പമ്പാവുമെന്ന് വെച്ചുകൊണ്ടിരുന്നാൽ ഇതുകൂട്ട് തന്നെ ഡംപ് ഉണ്ടാവും. നിങ്ങൾ അന്ന് വിറ്റിരുന്നെങ്കിൽ 1,20,000-ലൊക്കെ നിങ്ങൾ BTC വിറ്റിട്ട് ഇപ്പം നിങ്ങൾ ബൈ ചെയ്ത് എപ്പോഴും നിങ്ങൾക്ക് ലാഭം. വീണ്ടും അവിടോട്ടെത്തുമ്പം പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ BTC ആയാലും എന്ത് സംഭവമായാലും നിങ്ങൾ എപ്പോഴും ഗ്രീഡി ആവാതിരിക്കുക. അപ്പം പ്രോഫിറ്റ് എടുക്കാൻ എപ്പോഴും നിൽക്കുക. പിന്നെ ആൾട്ടുകോയിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ ആൾട്ടുകോയിൻ സീസണൊന്നും ഇനിയൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അതൊക്കെ 2021 കഴിഞ്ഞ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ആൾട്ടുകോയിൻ ചവറ് പോലാണ്. ആൾട്ടുകോയിൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓരോ ദിവസം ചവറ് കണക്കിന് ആൾട്ടുകോയിൻ. അന്ന് 2021 ഒരു ആൾട്ടുകോയിനൊന്നും അത്ര ഇറങ്ങുന്നില്ല. പക്ഷേ ആ 2021 ആൾട്ട് സീസൺ എന്ന് വെച്ചാൽ മിക്ക ആൾട്ടുകോയിൻ ഉണ്ടെങ്കിലും അതെല്ലാം പമ്പായി. ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം വിചാരിക്കും AI സെക്ടറുകൾ പമ്പാവും, അല്ലെങ്കിൽ Web3 പമ്പാവും എന്നൊക്കെ പമ്പാവും എന്ന് വിചാരിച്ച് അതിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും MA അങ്ങനെയുള്ള ഏതെങ്കിലും ഉടായ്പ സാധനങ്ങളായിരിക്കും പമ്പാവുന്നത്. അല്ലാതെ ഒരു ആൾട്ട് സീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ 2021 ശേഷം 2025 ആൾട്ട് സീസൺ വരേണ്ടത്. അതൊന്നും ഉണ്ടായില്ല. 2026 ആൾട്ട് സീസൺ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഉള്ള ആൾട്ടുകോയിനൊക്കെ ഓൾ ടൈം ലോയിലാണ്. ഓൾ ടൈം ഹൈ അടിക്കുന്നവർ ഓൾ ടൈം ലോയിലാണ് പല ആൾട്ടുകോയിനും. ഒരു 90% ആൾട്ടുകോയിനും ഓൾ ടൈം ലോയിലാണ്. അതാലോചിക്കണം. ആ ഒരു ഓൾ ടൈം ലോയിൽ നിന്ന് ഒരു 10% പമ്പായാൽ തന്നെ നമ്മുടെ 2021 ഉള്ള ആൾട്ടുകോയിൻ തന്നെ ഓൾ ടൈം ലോയിലാണ്. ആ ഒരു പമ്പിലോട്ടൊന്നും ഒരിക്കലും എത്തത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഡോട്ട് ഇപ്പം $1.50 കണ്ടേ ഉള്ളൂ. $1 താഴെയാണ്. അത് $50 പോയതാ. അതെന്ന് വെച്ചാൽ 2024 ഡിസംബറോ അങ്ങനെ ഒരു സമയം $10-11 വന്നേ. പിന്നെ ആ ഒരു ഏരിയ പോലും എത്തിയിട്ടില്ല. അത് തന്നെയല്ല ICP ആയാലും ആറ്റോ ആയാലും അങ്ങനെ പഴയ സംഭവങ്ങളല്ല. ഫയൽകോയിൻ ആയാലും എല്ലാം ഇത് തന്നെ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് അതൊക്കെ ഇനിയും പഴയ പോലെ ഇപ്പോൾ 2021 പോയ പോലെ. ഇപ്പോൾ ഫയൽകോയിൻ 2021 $200 $250 പോയതാ. ഇപ്പോൾ അത് $1 താഴെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 100%-നടുത്ത് ഡംപാണത്. അപ്പോൾ ആ $200 ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ നോക്കി. ഇന്ന് $1 പോലും ഇല്ല വാല്യൂ അതിന്. അപ്പോൾ ക്രിപ്റ്റോ എന്ന് വെച്ചാൽ ആൾട്ടുകോയിൻ നമുക്ക് എപ്പോഴും റിസ്ക് തന്നെയാണ്. ഒരിക്കലും ആൾട്ടുകോയിൻ നിങ്ങൾ പ്രോഫിറ്റ് കണ്ടിട്ട് അത് വിൽക്കാതിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അത് നിങ്ങൾ USD കോയിനോ അല്ല ഏതെങ്കിലും USDTയോ USDCയോ ഏതെങ്കിലും ആക്കിയാലും അവിടെ അങ്ങനെ നിന്നോളും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നല്ലൊരു ഡംപ് കിട്ടുമ്പോൾ അവിടെ ബൈ ചെയ്താലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴും ബിറ്റ്കോയിന് ഇനിയിപ്പോൾ 45K ഒക്കെ എത്തും. ചിലപ്പോൾ അത് അവിടെ എത്തുമെന്ന് വെച്ചാൽ അവിടെ ബൈ ചെയ്യുന്നവർ വേണം. ചിലപ്പോൾ അവിടെയും താഴെ വരും. ചിലപ്പോൾ 50K ആയിരിക്കും, അല്ലെങ്കിൽ 52K ആയിരിക്കും ഒരു ബോട്ടമായിട്ട് വരുന്നത്. അവിടെ നിന്ന് തിരിച്ച് കയറും. എന്നിരുന്നാലും സ്പോട്ടിൽ മാത്രം ബൈ ചെയ്യുക കൂടുതലും. അപ്പം ലിവറേജ് എടുക്കുകയാണെങ്കിൽ വല്ല ഒരു 2x 3x ലിവറേജ് എടുക്കുക. അത് മാത്രമേ ഉള്ളൂ സേഫ്. അല്ലാതെ ഏത് BTC ലിവറേജ് എടുത്താൽ പോലും ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. BTC പോലും ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ബിയർ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൽ പാനിക്കാവരുത്. അപ്പം BTC മാക്സിമം അക്യുമുലേറ്റ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.